എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ വിനാഗിരി കാര്യങ്ങളെല്ലാം നല്ല ശരിക്കും സോക്കായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കമർപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം ഞാനിത് ഡെയിലി കഴിക്കുന്ന ഒരാളാണ്. ഓക്കെ, നല്ല ക്രഞ്ചി ആയിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ ഒനിയൻ ഉള്ളി ശരിക്കും സോക്കായും നല്ല രീതിയിൽ കുക്കാവും. ഓക്കെ, ഇത്രയും നാൾ ഇതിൻ്റെ അത് കിടക്കുന്നുണ്ട്. അതിനുശേഷം ഈ വിനാഗിരി കൂടി ഇറങ്ങുമ്പം ഒരല്പം പുളിയുണ്ട്. നമ്മൾ ഒരുപാട് പുളി നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഒരല്പം ഷുഗർ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്ത് കഴിയുമ്പം നമുക്കൊരല്പം പുളിയൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ നോക്കണ്ട, കാരണം നമ്മുടെ ശരീരത്തിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പം മദ്യപിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ കരൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഇത് കഴിക്കുന്നത്. ഇതിന് മറ്റൊരു ഗുണങ്ങളെന്ന് വെച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ഒനിയൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളി ഒരുപാട് നാച്ചുറൽ കണ്ടന്റുള്ള, അല്ലെങ്കിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ കണ്ടന്റുള്ള ഒന്നാണ് ഈ ഒനിയൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഉള്ളി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ സത്യം ഷുഗർ പേഷ്യൻസിന് ഇതിൻ്റെ അത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ആ ഷുഗറിൻ്റെ ആ ഒരു അംശം മാറ്റിയിട്ട് നമ്മളിത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസിന് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഇത് എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ഒരെണ്ണം വെച്ച് കഴിക്കാമെന്നുള്ള ഒരു കുഴപ്പമില്ല. 1-2 എണ്ണം ഒരു ദിവസം നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു കുഴപ്പമില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊരു നമ്മുടെ ദിനചര്യയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ സാധനമാക്കി മാറ്റിയാൽ നമ്മുടെ ശരീരത്തെ ഡീറ്റോക്സിഫിക്കേഷൻ, അതായത് വിഷാംശങ്ങളെ നമുക്ക് നശിപ്പിച്ച് കളയാൻ വേണ്ടി ഒരുപാട് നമ്മളെ നാച്ചുറലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒനിയൻ അല്ലെങ്കിൽ ഈ ഉള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെയും നമുക്ക് അതോടൊപ്പം തന്നെ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും അങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും ഉണ്ട് ഈ ഒനിയൻ ഇങ്ങനെ രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണിത്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആർക്കും ചെയ്ത് നോക്കാമെന്നുള്ള ഒരു കുഴപ്പമില്ല. ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞത് ശരിക്കും സ്റ്റെറിലൈസ് ചെയ്തിട്ട് മാത്രം ഇത് ഉണ്ടാക്കുക. കാരണം വെച്ചാൽ നമുക്കിതൊരു 3 ആഴ്ചത്തേക്ക് ഇരിക്കണം. നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ഇത് ഇതേപടി തന്നെ ഇരിക്കും. ഒരു 3 ആഴ്ച 4 ആഴ്ച ഇനിയിപ്പോൾ 2 മാസം വരെയാണെങ്കിൽ ഇതേപോലെ തന്നെ ഇരിക്കും. ഒരു കുഴപ്പവും ഉണ്ടാവില്ല ശരിക്കും സ്റ്റെറിലൈസ് ചെയ്തതാണെങ്കിൽ. നാളുകൾ കൂടുതൽ ഇരിക്കും തോറും നല്ല എഫക്റ്റ് ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. ഈ ഒനിയനിലേക്ക് വരികയും അത് നമ്മൾ കഴിക്കുകയും ചെയ്യുമ്പോഴാണ് നാച്ചുറലായിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ കിട്ടുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കിത് വൈറ്റ് വിനാഗിരിക്ക് പകരം മറ്റ് ഏത് വിനാഗിരിയും ഇതിന് ഉപയോഗിക്കാം, ഒരു കുഴപ്പവുമില്ല. അതെല്ലാം നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഹെൽത്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് നമ്മളെ സഹായിക്കും.